ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണക്കമീനാണ്, ഉണക്കമാന്തളാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കടലാസൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം 1 മണിക്കൂർ വെള്ളത്തിൽ കടന്ന് വൃത്തിയാക്കിയ മാന്തളാണ്. അപ്പോൾ ഒരു 4 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്തോ രുചിയില്ലെന്നൊക്കെ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന്റെ മൂക്കൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ തക്കാളിയൊക്കെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് നുറുക്കിടാൻ പോവുകയാണ്. ഈ പച്ചമുളക് കേട്ടോ, തക്കാളിയൊക്കെ ഇതുപോലെ അങ്ങ് തൊലി കളഞ്ഞിട്ട് ചെത്തി എടുത്തിട്ടോ തൊലി. എന്നിട്ട് ഇതിലേക്ക് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തു. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. 2 തരി ഉപ്പ് മാത്രമേ. നമ്മൾ തക്കാളിയും പച്ചമുളകും അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ അടച്ചു വെച്ചിട്ടാണ് വേവിക്കുന്നത്. തക്കാളി പച്ചമുളക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഞാനിതവിടെ 3 മാങ്ങയുടെ കഷ്ണങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടല്ലോ മല്ലിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ ആണ്. പിന്നെ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി രണ്ടും കൂടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പൊടികളാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ആക്കുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി മാങ്ങയും ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലവണ്ണം ഉടച്ചതിന് ശേഷം നല്ലൊരു തവി വെച്ചിട്ട് അതായത് തൊലി ചെത്തിയതുകൊണ്ട് നല്ലോണം ഇത് വെന്ത് കിട്ടും. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുളിപ്പുള്ള സാധനം ഇട്ട് കൊടുത്താൽ പിന്നെ ഇത് വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഉടച്ചെടുത്ത സമയത്ത് നമുക്ക് മഞ്ഞളും ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പുളി ഒരു വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് അതിലേക്കൊക്കെ പിടിച്ച് റെഡി ആയി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 2 മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലെ വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം കുറച്ചുകൂടി ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ തിളച്ച വെള്ളം നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഒരു വെള്ളത്തിൻ്റെ ഒരു റോങ് ടേസ്റ്റ് ഇതിനുണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് കറികളാണെങ്കിലും നമ്മൾ അപ്പോൾ നല്ല കളറും ഒക്കെ ആയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മീനിലേക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് കളിപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതേപോലെ 2 അല്ലി വെളുത്തുള്ളി, 2 അല്ലി കേട്ടോ, ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇതിൽ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ സമയത്ത് ഇതേപോലെ ചെയ്യുമ്പോൾ ഒന്നുകൂടി നമുക്ക് ക്ലോസ് ചെയ്യും. നമ്മുടെ മീനൊക്കെയും പോലെ പച്ച വെളിച്ചെണ്ണ കുറച്ചധികം തൂങ്ങി കൊടുക്കട്ടോ. ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. നാടൻ വിഭവങ്ങളോട് കൂടിയ നമ്മുടെ ചോറ്റിലേക്കാണ് ഞാൻ ഈ ഒരു കറി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കറിയും മാങ്ങാ കഷ്ണവും മീനും എല്ലാം കൂട്ടിയെടുത്തിട്ട് നമ്മളൊരു പിടി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ മീനൊക്കെ ഒന്ന് മാറ്റിയിട്ട് അപ്പോൾ നല്ല കിഴങ്ങ് വരട്ട്, പരിപ്പ് കൂട്ടാൻ, മുതിരക്കറി, തേങ്ങ അരച്ചിട്ടുള്ള മുതിരക്കറിയാണ് കേട്ടോ. പിന്നെ കിഴങ്ങ് ഫ്രൈ ആണ്, മുരിങ്ങ ഉലർത്തിയതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി മീനും. അപ്പോൾ ഒന്ന് പച്ചമീനില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട. ഇതേപോലെ കഴിച്ച് നോക്കുമോ.